ഒക്ടോബർ മാസം 8-ാം തീയതി ആയിരിക്കുന്നു. ഇംഗ്ലണ്ടിൽ വന്നിട്ട് 1.5 കൊല്ലം പിന്നിട്ടിട്ടും ഇതുവരെ സ്കോട്ട്ലാൻഡിലോട്ട് പോകുവാൻ സാധിച്ചില്ലെന്ന് പറയുമ്പോൾ തീർത്തും വേദന തന്നെ. ഇന്ന് ലീവിന് അപേക്ഷിക്കാം. കൂടെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം എൻ്റെ ചെലവിൽ ഒരാൾക്ക് കൂടെ വന്നാലും എനിക്ക് നഷ്ടമില്ല. അങ്ങനെ ഒരു പ്രതിഭാസമാണല്ലോ ഈ നാട്ടിൽ. പതിവ് പോലെ അൽഫി രാവിലെ ജോലിക്കായി ഇറങ്ങിയിരിക്കുന്നു. മനസ്സിൽ സ്കോട്ട്ലാൻഡ് സ്വപ്നം പൂവണിയാൻ പോകുന്നു എന്ന ചിന്തയുമായി അവൻ മിൽസ്റ്റോൺ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. ഡ്യൂട്ടിക്ക് കയറും മുമ്പേ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നു. കൂടെ തനിക്ക് എത്ര പെയ്ഡ് ഹോളിഡേ ഉണ്ടെന്ന് നോക്കി 40 മണിക്കൂറുകൾ ലഭ്യമാണ്. ഹാവു! അൽഫി സന്തോഷം കൊണ്ടൊരു നെടുവീർപ്പിൽ നിശബ്ദമായി സന്തോഷിച്ചു. അപ്പോഴാണ് താൽക്കാലിക മാനേജറായി ചാർജ് എടുത്ത ചുള്ളൻ ടോം തൻ്റെ അടുത്ത് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചു നിൽക്കുന്നത് കണ്ടത്. ടോം: "ഹേ അൽഫി, വാട്ട് ഹാപ്പൻ? യു സീം വെരി ഹാപ്പി ടുഡേ." Alfie: "Yes, Tom. Today I am going to book tickets for a short vacation in Edinburgh." Tom: "Cheers, mate. I got it. I'll mark your paid holidays. Please mention me the dates and enjoy the trip. I can give you more hours while you return so that you can manage your fund shortage at the end of the month." അങ്ങനെ അൽഫി അന്ന് പതിവിലും സന്തുഷ്ടനായി ജോലി ആരംഭിച്ചു. അൽഫി: "ജോലി എന്ന് തീർന്നത് പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ. മേ ബി ഞാൻ അത്രത്തോളം ആകാംക്ഷാഭരിതനായത് കൊണ്ടാവാം അല്ലേ?" അൽഫി തിരികെ റൂമിലെത്തി. തൻ്റെ ഒപ്പം ആരെ കൂട്ടുമെന്ന് ആലോചിച്ചുകൊണ്ട് അടുത്ത സുഹൃത്തിനെ വിളിക്കുകയുണ്ടായി. അവൻ്റെ റെസ്പോൺസ് പോസിറ്റീവ് ആയിരുന്നില്ല. അടുത്ത ആഴ്ച ആണെങ്കിൽ പോകാമെന്നായിരുന്നു അവൻ്റെ മറുപടി. പക്ഷെ അൽഫി തനിക്ക് പോയേ പറ്റൂ എന്നുള്ളതുകൊണ്ട് വേറെ പലരെയും വിളിച്ചു. ആരും വരാൻ പറ്റാത്ത ഒഴിവൊഴിവുകൾ പറഞ്ഞു നൈസായിട്ട് ട്രാവൽ മാറ്റിവെക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന് കുറച്ചു ദൂരെയുള്ള തൻ്റെ പഴയകാല സുഹൃത്ത് ഈ അടുത്തായി മാഞ്ചസ്റ്ററിൽ എത്തിയതായി ഓർത്തെടുക്കാൻ സാധിച്ചത്. ഉടനെ അവനെ വിളിക്കുവാൻ ആരംഭിച്ചു. അവനാണ് ഫ്രാൻസിസ്. ഇരുവരും ഒരുമിച്ച് +1 കാലത്തെ സുഹൃത്തുക്കൾ, ഹോസ്റ്റലിൽ ഒരുമിച്ച് നിന്ന് പഠിച്ചവർ. അങ്ങനെ അവനിലേക്ക് ആ നറുക്ക് വീഴുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നു. ഫ്രാൻസിസ്: "ഹലോ."